എന്തൊരു ആവേശമാണിത്. കൊലപാതകം നടന്നാലും കൊലപാതകം പോലെ തന്നെ നീചമായ ഒരു കുറ്റകൃത്യമാണിത്. അല്ലാതായിക്കോ, ഇത് ഈ ആവേശം എപ്പോഴും കണ്ടാൽ മതി. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇന്നലെ ഹൈക്കോടതി ഖണ്ഡിതമായി 2019 സ്വർണ്ണമോഷണം മൂടിവെക്കാനാണ് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ദ്വാരപാലക ശില്പങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിട്ടത് 2019 കള്ളം മറയ്ക്കാനാണ് എന്ന് കോടതി പറഞ്ഞിരിക്കെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഇനി തുടരുക? സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഇതിന് ഗ്യാരണ്ടി നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് അവിടേക്ക് തന്നെ അയച്ചത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല അയച്ചത്. ആ ക്ലാരിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇനി അതിനപ്പുറത്തേക്കുണ്ടെങ്കിൽ അന്വേഷിക്കുകയും അവരുടെ വിശദീകരണം ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദിക്കുകയും ചെയ്താലേ നമുക്കത് വ്യക്തമാകുകയുള്ളൂ. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠൻ സാർ. ശബരിമലയിലെ വികസനത്തിന് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ടും ശബരിമലയിലെ മണ്ഡല തീർത്ഥാടന കാലത്തുൾപ്പെടെ വലിയ ജാഗ്രത കാണിച്ചുകൊണ്ടും ശബരിമലയെ അഴിമതി വിമുക്തമാക്കാൻ ശക്തമായ നിലപാടെടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രീ അഭിലാഷെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, അല്ല എന്നിട്ടാണോ ശ്രീ ഗോപൻ ഇതൊക്കെ സംഭവിച്ചത്? ആരെങ്കിലും ഇന്നലെ കോടതി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. സംരക്ഷിക്കുന്ന പ്രശ്നമില്ല സാർ. ഇന്നലെ SIT പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ദ്വാരപാലക ശില്പത്തിലും കട്ടിളയിലും ഒതുക്കേണ്ട എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അതിൽ യാതൊരു മടിയും വേണ്ട. ഏതെങ്കിലും വിധത്തിൽ ഇത് ഗൗരവതരമായി ദേവസ്വം ബോർഡിനെ, നിലവിലുള്ള ദേവസ്വം ബോർഡിനെ ബാധിക്കുന്നുവെങ്കിൽ അവരവിടെ തുടരാൻ CPM അനുവദിക്കില്ല. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ. അല്ല അഭിലാഷേ, എന്തായാലും 2019 കുഴപ്പമുണ്ടായിരുന്ന നിലയിലേക്ക് ചർച്ചകൾ എത്തിയിട്ടുള്ളത് ആശ്വാസകരമാണ്. കാരണം ആദ്യം ഈ സ്വർണം പോലും അല്ല ചെമ്പായിരുന്നു ഇതെന്നായിരുന്നു CPMന്റെ വിശദീകരണം. പിന്നെ 2019 ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റേ അയ്യപ്പൻ ഹരിവരാസനവും പാടി കിടന്നുറങ്ങിയ സമയത്ത് കമ്പിപ്പാരയും കൊണ്ട് പൊളിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ള മട്ടിലായിരുന്നു CPMന്റെ വിശദീകരണം. എന്തായാലും 2019 വരെയുള്ളത് അംഗീകരിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. 2019 കൊണ്ടുവന്നതിന് ശേഷം പ്രഭ മങ്ങിയപ്പോൾ അത് തിരുത്തുന്നതിന് വേണ്ടി 2025 ഇവർ കൊണ്ടുപോയി എന്നുള്ളതാണ് അൺമിസ്റ്റേക്കബ്ലി, അല്ലേ? അതല്ലേ വാക്ക്? അൺമിസ്റ്റേക്കബ്ലി എന്നാണ്. ഇത് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ പറയാനുള്ള കാര്യങ്ങൾ അവർ പറയാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ തീർച്ചയായിട്ടും അവർക്ക് അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ വിശദീകരണം ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇത് സർക്കാരിലേക്കോ മന്ത്രിയിലേക്കോ എത്തപ്പെട്ടു എന്നുള്ള വ്യാഖ്യാനമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് 2019 വിഷയം മാത്രമല്ല, 2 ആഴ്ച കൂടി അധികം സമയം ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് പിറകോട്ട് പോകും. 1998 മുതൽ 2025 വരെയുള്ള അന്വേഷണം ഇതിൽ ബാധകമാകും. അപ്പോൾ ആരൊക്കെയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ആരൊക്കെയാണ് വെള്ളം കുടിക്കാൻ പോകുന്നതെന്ന് കാണാം. അട്ടിമറിയുടെ ലക്ഷണം ഇപ്പൊ ശ്രീ ഗോപൻ ഇവിടെ പറഞ്ഞല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? 2019 മാത്രമല്ല, 1999 അന്വേഷണം പോകും. 1999 അന്വേഷണം പോകുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, എന്ത്? മുഖ്യമന്ത്രി പറഞ്ഞു ആരൊക്കെ പ്രതിയാവാൻ നോക്കാം. SIT അന്വേഷണം നടത്തുന്ന ഹൈക്കോടതിയുടെ മാത്രം റിപ്പോർട്ട് ചെയ്ത കേസിൽ മുഖ്യമന്ത്രിക്ക് എങ്ങനെ മനസ്സിലായി 1999 മുതൽ പ്രതി ഉണ്ടാവുന്നു? താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പഴി ചാരിക്കൊണ്ട് മേലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒഴിവാവാൻ സാധിക്കില്ല. ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിലുള്ള സംവിധാനമാണ്. ഇതിലുള്ള തിരിമറിക്ക് ദേവസ്വം ബോർഡ് എന്ന സംവിധാനം ആസ് എ ഹോൾ കലക്റ്റീവായിട്ട് ഉത്തരവാദിയാണ് എന്നാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫൈൻഡിങ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് തുടരാൻ യാതൊരു ധാർമ്മികമായിട്ടുള്ള അധികാരം ഇല്ലാണ്ടായിരിക്കുകയാണ്. ഇവർ നാണമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പേ രാജിവെക്കാൻ ഇവർക്ക് 7 അവസരം ഉണ്ടായിരുന്നു. അതൊന്നും ഇവർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രശാന്തിന്റെ വർത്തമാനം കേട്ടാൽ നമുക്ക് തോന്നുന്നത് എന്താ, ഈ ഹൈക്കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സിലൊന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ ഈ പറയുന്ന ആളുകളോ കക്ഷികളായിരുന്നില്ല. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ളൊരു വിധി ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം പറയാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം കോടതി അറിയിക്കും എന്ന് പറയാണ്. നോക്കൂ, ഈ കേസ് സുവോമോട്ടോ 2025 സെപ്റ്റംബർ 7
എടുത്തിട്ടുള്ള കേസിൽ അന്നു മുതൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളിലും ഭാഗവാക്കാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ കേസിലെ സെക്കൻഡ് റെസ്പോണ്ടൻ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ് സെക്രട്ടറി. എല്ലാ പോസ്റ്റിംഗ് സമയത്തും ദേവസ്വം ബോർഡിൻ്റെ വാദങ്ങൾ കോടതി കേൾക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഇവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. കാര്യത്തിൽ ന്യായീകരണമായി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളവാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് ക്രാഫ്റ്റ്സിലേക്ക് എന്തിനു കൊടുത്തയച്ചു, എന്തിനു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ കൊടുത്തയച്ചു, ഈ രണ്ട് കാര്യങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ എന്നിവർ പറയുന്നത് നുണയാണ്. ഇതിൻ്റെ ഗോൾഡ് യൂസേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഗോവർദ്ധനൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ്. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ പേരിലല്ല. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്രയും കാലം നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നൊരു കാര്യം മാത്രമാണ്. ഇതിൻ്റെ ഗോൾഡ് യൂസേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള എം ഗോവർദ്ധൻ എന്ന് പറയുന്ന റിയൽ സ്പോൺസറുടെ പേരിലാണ്. അയാളെ നേരിട്ട് സമീപിക്കാൻ എന്തായിരുന്നു ഈ ദേവസ്വം ബോർഡിൻ്റെ തടസ്സം? ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് സ്വർണ്ണം കമ്മീഷൻ പറ്റിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിക്കേ പോകുള്ളൂ എന്ന് എന്തായിരുന്നു ഇവർക്ക് നിർബന്ധം? അത് ഇവർക്ക് ഇപ്പോഴും പറയാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, സ്മാർട്ട് കാർഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ തിരുവാഭരണം കമ്മീഷണർ വിശ്വാസയോഗ്യമല്ലാത്ത സ്ഥാപനമാണെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അവിടേക്ക് പോകാൻ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള മെച്ചം എന്താണ്? അത് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇവർ ഈ പ്രൊസീഡിങ്സിലെല്ലാം ആദ്യം മുതൽ കക്ഷിയായിരുന്ന ആളുകളാണ്. ഇവരുടെ ഭാഗമെല്ലാം കോടതി നേരത്തെ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വിധി ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഇനി എന്തോ കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പോകാന്നുള്ള പോലെ ആളുകളെ കബളിപ്പിക്കുന്നതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊരു ആവേശമാണിത്. കൊലപാതകം നടന്നാലും കൊലപാതകം പോലെ തന്നെ നീചമായ ഒരു കുറ്റകൃത്യമാണിത്. അല്ലാതായിക്കോ, ഇത് ഈ ആവേശം എപ്പോഴും കണ്ടാൽ മതി. അതല്ല ഇവിടുത്തെ പ്രശ്നം. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് സ്മാർട്ട് ക്രിയേഷൻസിന് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ് ഗ്യാരണ്ടി തന്നതുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയെന്നല്ലേ പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ, അതായത് ഈ പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ഒപ്പിട്ടയച്ച കത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറിന്റെ തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ച കത്ത് ഞാൻ വായിക്കാം. സൂചനാ റിപ്പോർട്ട് ബോർഡ് വിശദമായി പരിശോധിച്ചു. ശബരിമല ദേവസ്വത്തിൽ ശ്രീകോവിലിന് മുമ്പിലുള്ള ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണ്ണം പൂശിയിട്ടുള്ള ദ്വാരപാലകന്മാരുടെ ശില്പത്തിന്റെ അറ്റകുറ്റപ്പണികൾ സ്പോൺസർ ചെയ്യുന്നതിന് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രണവം നിവാസ് ബാംഗ്ലൂർ എന്ന ഭക്തൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിലും വർഷത്തെ ശബരിമല സീസണിന് മുൻപായിട്ട് ഈ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി തീർക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്തും സ്പോൺസറുടെ പൂർണ്ണ ചെലവിൽ പൊതുപണപ്പിരിവ് കൂടാതെ ദ്വാരപാലകന്മാരുടെ മെയിൻ്റനൻസിനും സ്വർണ്ണം പൂശൽ ജോലികൾക്കുമായി നിലവിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ ചെന്നൈയിലുള്ള ഫാക്ടറിയിൽ, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ എത്തിച്ച് ഇലക്ട്രോ പ്ലേറ്റിംഗ് ജോലി ചെയ്യുന്നതിന് അനുവദിച്ച് ബോർഡ് ഉത്തരവായ വിവരം അറിയിക്കുന്നു. ഈ ബോർഡിന്റെ കടലാസാണ് ഞാൻ വായിച്ചത്. അല്ലാതെ ഇപ്പോ ഇത്തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി വേറെന്തോ ആണ്, ഞങ്ങളെല്ലാം സ്വന്തം നിലയ്ക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുപോയതാണെന്ന് പറയല്ലേ. ഞാൻ വായിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. ഈ പോയ ചങ്ങാതിയെ വേണ്ടടാ.